Watch full episodes on Jio Hotstar. പത്ലു, ഇന്ന് നീ കാണിച്ചതാ നിന്റെ സുഹൃത്തിനോടുള്ള സ്നേഹം. നീ ഇവിടുന്ന് ഓടണം, ഓടി ഈ മൈതാനം ക്രോസ് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് കുറെ പൊട്ടലുകളുണ്ട്, അതിന്റെ ഇടയ്ക്ക് നിന്റെ കാലുപെട്ടാൽ നീ ഇല്ലാതാവും. അതല്ല, നീ ഇവിടുന്ന് ഓടിയില്ലെങ്കിൽ മോട്ടുവിനെ നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല. നോക്ക്, തീ അവന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? ഓക്കേ, റെഡി, സ്റ്റഡി, ഗോ. വേണ്ട പത്തലു, ഇങ്ങോട്ട് വരരുത് പത്തലു. മോട്ടു, എനിക്ക് ഈ ലോകത്ത് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാനിതേ എത്തിക്കഴിഞ്ഞു. പത്തലു, പത്തലു വേണ്ട, പ്ലീസ്. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ കളയരുത്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കിതെല്ലാം കണ്ടിട്ട് കരച്ചിൽ വരുന്നുണ്ട്. പത്തലു, കണ്ടോ, മോട്ടുവിന്റെയും പത്ലുവിന്റെയും ജോഡി തകർന്നു പോയി. എന്നെ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ കത്തിച്ചാമ്പലായി പോവും. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും മോട്ടു പത്തലുവിന്റെ ജോഡിയെ തകർക്കുവാനാവില്ല. മോട്ടു, നന്ദിയുണ്ട് കൂട്ടുകാരെ, നന്ദിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെൻഗ്വിൻ സീൽസ്, വളരെ വളരെ നന്ദിയുണ്ട്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മോട്ടു, നീ എന്തിനാ വെള്ളത്തിനടിയിലേക്ക് വന്നത്? പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ അങ്ങനെ മുങ്ങിച്ചാവാൻ വിടണമായിരുന്നു. നീ ഇല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ട പത്തലു? മോട്ടുവും പത്തലും ഒരുമിച്ചല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുമല്ല. അതേ പത്തലു, വരൂ, ഇനി നമുക്ക് അഹങ്കാരെ കാണിച്ചു കൊടുക്കാം ഈ മോട്ടുവും പത്തലും ജോഡി ആരാണെന്ന്.
നിങ്ങൾ ഭൂതങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ഭൂതം 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 മമ്മി മോട്ടുപത്തിന് ഭൂതമായി വന്നിരിക്കുകയാണ്. എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് ഭൂതത്തിന് പേടിയാണ്. അടുത്തേക്ക് വരരുത്, പോയിക്കോളൂ. എന്നെ ഉപദ്രവിക്കരുത് ഭൂതം, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. സീതാറാം, ഞങ്ങള് ഭൂതങ്ങളൊന്നും അല്ല, ഇത് മോട്ടു പത്ലു ആണ്. ഞങ്ങള് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി അങ്കാരയുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ രണ്ടാളും എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഡോക്ടർ ജക്ക് അവിടെ ഒളിച്ചിരുന്ന് ജോലി ചെയ്യുകയാണ്. വലിയേട്ടാ, ഇനി എത്ര സമയം എടുക്കും? എനിക്ക് കുറച്ചും കൂടി സമയം എന്താ ചങ്കേ? കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അങ്കാരയ്ക്കുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കി എടുത്തോളന്നേ. നിങ്ങൾ ഇപ്പോഴും കറങ്ങി നടക്കുവാണോ? മോട്ടു, ഇനി 10 മിനിറ്റേ ബാക്കിയുള്ളൂ. നമുക്ക് ആ വയർ എങ്ങനെയെങ്കിലും ഊരിയിടണം. അങ്കാരാ, ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഇവര് രണ്ടുപേരും വീണ്ടും വന്നിരിക്കുകയാണോ? ഇവരെങ്ങനെയാ രക്ഷപ്പെട്ടത്? അവരെ പിടിക്കൂ. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ഇല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൊന്നുകളയും. കോലാബാരൂദ്, അവരെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കണം എന്നുള്ള ഫ്ലേവർ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. വേറെ വല്ലതും തരട്ടെ? ഓ, ഞാൻ ഐസ് സ്റ്റിക്ക് അല്ല ചോദിച്ചത്, മോട്ടുവിനെയും പത്ലുവിനെയും തീർക്കാനാ പറഞ്ഞത്. സാബു, തോബു, എന്റെ കുഞ്ഞുങ്ങളെ, ഈ ഫാമിലി ഡ്രാമ ഇനിയും എത്ര നേരം ഉണ്ടാവും? തീർത്തു കളയുവരെ. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഇൻവിസിബിൾ പ്ലെയിൻ എടുത്ത് പോകുന്നതാണ് നല്ലത്. എന്നിട്ട് ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ പ്ലെയിനും കയ്യിൽ പോകും ബോസ്. ഓ, ഓക്കേ, നീ പറഞ്ഞതും ശരിയാണ്. ബൈ ബൈ മോട്ടു പത്ലു. മോട്ടു, അത് നോക്ക്, അങ്കാര ഇൻവിസിബിൾ പ്ലെയിനോട്ട് പോയി. മോട്ടു പത്ലു, നിങ്ങളുടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. വേഗം അങ്കാരയെ പിടിക്കൂ, പോകൂ. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കാണാം. പത്ലു വരൂ, എല്ലാവരും ഓരോ പ്ലെയിനുമായിട്ട് അങ്കാരുവിന്റെ പുറകിൽ പോവാം. മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് അങ്കാരെ കൊണ്ട് കഴിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദേഹത്തുള്ള തീ എല്ലാം പൊയ്ക്കോളും. അപ്പൊ അയാൾക്ക് ശക്തിയില്ലാതാവും.
താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. പെട്ടെന്ന് തന്നെ ഒരു പ്ലെയിനും എടുത്ത് വന്നോളൂ. ഫുർഫുറി നഗരത്തിലുള്ള ജനങ്ങൾക്ക് ഇന്നാണ് ശരിക്കുമുള്ള ഷോ. കൂട്ടുകാരെ, ഒരാളുടെ മുകളിലായി ഒരാൾ നിൽക്കൂ. ഒരു പ്രാവശ്യമേ ചാൻസ് കിട്ടുള്ളൂ. ഓക്കേ, കമോൺ, സ്പീഡ്, മോർ സ്പീഡ്, മോർ സ്പീഡ്. പത്തുലു, അങ്കാരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മോട്ടു. പൊളിച്ചെടുത്തല്ലോ. എനിക്കവനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവനെ കൊല്ലാൻ സാധിക്കുക? മമ്മി പറയൂ, പറയൂ. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. അവനെങ്ങനെയാ നമ്മൾ പിടിക്കുക? ഐഡിയ. കളർ സ്മോക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്ലെയിനിൽ കളർ വരും. ദേ കണ്ടില്ലേ, ഇതാണ് കളർ ബട്ടൺ. ഡോക്ടർ ജഡ്ക, ചിങ്കം സാർ, ഗസീറ്ററാം, കളർ ബട്ടൺ അമർത്തൂ. മുഴുവൻ സ്ഥലത്തും പിങ്ക് കളർ അടിക്ക്. ഇതുവരെന്താ ചെയ്തത്? ഇപ്പൊ എന്റെ പ്ലെയിൻ ഇൻവിസിബിൾ അല്ല. ഇല്ല ഇല്ല, ഇപ്പൊ ഈ പ്ലെയിൻ ഇൻവിസിബിൾ അല്ല. ഞാൻ മോട്ടുവിനെയും പത്തുവിനെയും ഒരിക്കലും വിടില്ല. ഓഹോ, ശാന്തമാകൂ ബോസ്, ശാന്തമാകൂ. നീന്റെ മൈസിന്റെ സംഗമം കാത്തു സൂക്ഷിക്കൂ ബോസ്. എത്ര പ്രാവശ്യം പറയണം? അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്ലെയിൻ കത്തിപ്പോവും. എന്റെ അമ്മോ, എത്രയും പെട്ടെന്ന് പാരഷൂട്ട് തുറക്കണം. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് തോന്നുന്നു അവന്റെ പാരച്യൂട്ട് ഓപ്പൺ ആകുന്നില്ലെന്നാ. ബോസ്, ദാ മോട്ടു പത്തുലു താങ്കളെ കാണാൻ വന്നിരിക്കുന്നു. പ്ലെയിനിന്റെ തൊട്ട് മുകളിലുണ്ട്. ഇനി നിങ്ങൾ തന്നെ അവരുടെ കാര്യം നോക്കിക്കോളൂ. ഞാനിവർ രണ്ടുപേരെയും നോക്കിക്കോളാം. നീ പ്ലെയിൻ ഓടിക്കേ. മോട്ടു, ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. വാ, എന്നോട് ഏറ്റുമുട്ട്. ബോസ്, ഒന്നു നടക്കൂ ബോസ്. തീയുടെ ഐസിന്റെ സംഗമം സൂക്ഷിക്കൂ ബോസ്. ശാന്തമാക്കൂ. പത്തുലു വരിയാ, വരൂ, പ്ലെയിൻ പറപ്പിക്കൂ. എനിക്ക് തീന്റെ ഐസിന്റെ സംഗമം കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ കഥ കഴിഞ്ഞു പോകും. മോട്ടു, എന്ത് സംഭവിച്ചാലും ശരി ഡോക്ടർ ജഡ്കയുടെ ആന്റിഡോട്ട് അവന്റെ വായിൽ ഒഴിക്കണം. ഞാൻ പ്ലെയിൻ ശ്രദ്ധിച്ചോളാം. മോട്ടു, ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. വാ, എന്നോട് ഏറ്റുമുട്ട്. ശാന്തമാകൂ ബോസ്.
തീയുടെയും ഐസിന്റെയും സംഗമം. മോട്ടു മോട്ടു ബൈ ബൈ. അങ്കാര ബൈ ബൈ. എനിക്കിതെന്താ സംഭവിക്കുന്നത്? ഇതെന്താ സംഭവിക്കുന്നത് എനിക്ക്? ഇല്ല 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 ഇല്ല. മിഷൻ അക്കംപ്ലിഷ്ഡ്. ഞങ്ങൾ ഇതേ വന്നു കഴിഞ്ഞു. ശരി, എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയാണ് സംഭവിക്കുന്നത്. ഞാൻ ഇയാളെ തണുപ്പിച്ച് ഒരു പരുവമായിരിക്കുകയായിരുന്നു. സാറ് കണ്ടല്ലോ, മോട്ടു പത്ലു നിങ്ങളുടെ ഇൻവിസിബിൾ പ്ലെയിൻ കൊണ്ടുവന്നിരിക്കുന്നു. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും എത്രയൊക്കെ നന്ദി പറഞ്ഞാലും അതൊരിക്കലും മതിയാവില്ല. മോട്ടു, ഇതെന്താ ഇത്? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ആരാണ് ഇയാൾ? ഇയാളാണ് അങ്കാര. ഇയാളാണ് നമ്മുടെ പ്ലെയിൻ മോഷ്ടിച്ചത്. ബാക്കി കഥകളൊക്കെ അത് വലിയൊരു കഥയാണ് സാറേ. അത് നമുക്ക് പതുക്കെ പറയാലോ. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ആദ്യം ചെന്നിട്ട് ഞാൻ നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കട്ടെ. Watch India's largest kids library only on Geo Hotstar. Download the app now.